ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടുജോലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പാത്രം കഴുകൽ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കുക്കിങ്ങിനേക്കാളും പാടാണ് പാത്രം കഴുകി വയ്ക്കലും ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ. അതിന് പറ്റിയൊരു കിടിലൻ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു റോബോട്ടാണ് ഇനി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ റോബോട്ട്. നമ്മുടെ IFBയുടെ ഡിഷ് വാഷറാണ് ഇത്. നെപ്റ്റ്യൂൺ VX14 ആണ്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ഡിഷ് വാഷറാണ്. ഇതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 14 പ്ലേസ് സെറ്റിംഗ്സ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ 5 ഫുള്ളി ഓട്ടോമാറ്റിക് പ്രോഗ്രാംസ് ഉണ്ട്. ഹോട്ട് വാട്ടർ വാഷും സ്റ്റീം ഡ്രൈയിങ്ങും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പം ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും സാൾട്ട് ആൻഡ് റിൻസൈഡ്. സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡിഷ് വാഷർ സാൾട്ട് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ മൊത്തത്തിൽ ഇതിൻ്റെ ഫംഗ്ഷനെയും ഇത് ഡ്രൈയിങ്ങിനെയൊക്കെ പെർഫോമൻസിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും ഹാർഡ് വാട്ടർ ആണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാൾട്ട് ആഡ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഹാർഡ് വാട്ടർ അല്ലാത്തത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല, സാൾട്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 പ്രോഗ്രാം സെറ്റിംഗ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ, ലൈറ്റ് സോയിൽഡ് ആൻഡ് ഇക്കോ വാഷ്, സൂപ്പർ 50 മിനിറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ 50 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 1 അവർ മുതൽ 24 അവർ വരെ ഡിലേ നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി അത്യാവശ്യം ചെറിയ നനവോടുകൂടിയൊക്കെയാണ് നമ്മുടെ പ്ലേറ്റുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നേരിട്ട് തന്നെ സൂപ്പർ 50 മിനിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇക്കോ വാഷ് എന്നൊക്കെ പറഞ്ഞാൽ 3 അവറിന് മേളിൽ ടൈം എടുക്കുന്നുണ്ട്. അത് ശരിക്കും ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് പ്രോസസ്സാണ്. ഇപ്പം നല്ല കുറച്ച് കട്ടി പിടിച്ചൊക്കെ സ്റ്റെയിൻസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇക്കോ വാഷ് ഇട്ട് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 ലെയറായിട്ടാണ് നമുക്ക് പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി 14 പ്ലേസ് സെറ്റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ ഡിഷസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സും അതിൻ്റെ കറസ്പോണ്ടിങ് കറിയുടെ പ്ലേറ്റ്സും ഫോർക്ക്, സ്പൂണ്, കപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 14 എണ്ണം വെച്ചിട്ട് നമുക്ക് വെക്കാനുള്ള പ്ലേസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കറസ്പോണ്ടിങ് നമ്മൾ എടുത്ത് വയ്ക്കുന്ന കറികളെടുത്ത് വയ്ക്കുന്ന പ്ലേറ്റുകൾ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര കരി പിടിച്ച പാത്രങ്ങൾ, നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കരി പിടിച്ച പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, അതൊന്നും നമുക്ക് ഇതിനകത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. പിന്നെ എല്ലാ പ്ലാസ്റ്റിക് പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കുകൾ പാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ പാത്രങ്ങൾ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കമത്തി വേണം വെക്കാൻ. കപ്പുകളും പാത്രങ്ങളും എല്ലാം കമത്തി വെക്കണം. സ്പൂണും ഫോർക്കും എല്ലാം നമുക്ക് കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. പ്ലേറ്റ്സൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വെക്കാവുന്നതാണ്. പിന്നെ കപ്പുകളൊക്കെ തന്നെ സൈഡിൽ കാണുന്ന പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൽ അവിടെയും നമുക്കിങ്ങനെ കമത്തി വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇടയുള്ളത് കൊണ്ടാണ് ഈ മെയിൻ മേലത്തെ പ്ലേസിൽ തന്നെ വെച്ചേക്കുന്നത്. ഇനി നമുക്കത് അടുത്തതായിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ അതിന് പറ്റിയ ടാബ്ലറ്റ്സ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ IFBയുടെ തന്നെയുള്ളൊരു ഡിഷ് വാഷർ ടാബ്ലറ്റ്സ് ആണ് വാങ്ങിയത്. ഇത് 30 പീസിന് 800 രൂപയാണ്. ഇത് പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും ഫസ്റ്റ് ഞങ്ങൾ ഇത് തന്നെയാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമ്മളും വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം എന്തായാലും നമുക്കിത് ഒരു ടാബ്ലറ്റ് ഫുൾ നമ്മൾ ഇതിന് വേണ്ടി ഇടണം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇടുക, തിരിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ള് വാഷായി കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പണായി ഇതിൽ ഫുൾ തീർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ പ്ലേറ്റ് എല്ലാം ലോഡ് ചെയ്ത് ടാബ്ലറ്റും ആഡ് ചെയ്തു. ഇനി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ അത് ഓണാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി കിടക്കുന്ന ഇക്കോ വാഷിലാണ്. അത് നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് അത് സൂപ്പർ 50ലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അങ്ങനെ 50 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ശരിക്കും എല്ലാം തന്നെ ഇപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. മൊത്തത്തിൽ നല്ല ക്ലീനായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്കി ഈ പ്ലേറ്റിൻ്റെയൊക്കെ ഒരു തിളക്കം നോക്കിയേ. ശരിക്കും നമ്മൾ മാനുവലി വാഷ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു തിളക്കവും ഒരു പെർഫെക്ഷനും നമുക്ക് കിട്ടത്തില്ല.
അത്രയ്ക്ക് നല്ല രീതിയിൽ ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 50 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തില്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ മാനുവലിലും അത് കുറച്ച് നേരം അരമണിക്കൂറാണ് അവർ ടൈം പറയുന്നത്, അതിന് ശേഷം ഓപ്പൺ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തുറന്നു. നോക്കി എല്ലാത്തിൻ്റെയും തിളക്കം നോക്കി, ശരിക്കും കിടിലൻ റിസൾട്ടാണ് നമുക്ക് തന്നത്. ഇതേ കപ്പൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ചായക്കപ്പുകളൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു റെഡിഷ് കളറിലേക്ക് ചെറിയ കറ പോലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് വെച്ച് കഴുകുമ്പോൾ മൊത്തത്തിൽ അതെല്ലാം മാറ്റി നല്ല വെണ്മയാവും. ഇതേ പാത്രം നോക്കി പളപള മിന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഡിഷ് വാഷറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.